നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. വിഴിഞ്ഞത്ത് കാണാതായ മത്സ്യത്തൊഴിലാളി കരുംകുളം പുല്ലുവിള സ്വദേശി ജോണിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ 11ാം ദിവസത്തിലേക്ക് കടക്കവേ അദ്ദേഹത്തിന്റെ വീട്ടിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി അബ്ദുൽ ഗഫൂറും സന്ദർശനം നടത്തി. കാണാതായവർക്കായുള്ള പ്രതീക്ഷകൾ കൈവിട്ടിട്ടില്ലെന്നും തിരച്ചിൽ കൂടുതൽ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച ആഭ്യന്തരമന്ത്രി കോസ്റ്റ് ഗാർഡിന്റെ പരിമിതികൾ പരിഹരിക്കുമെന്നും ഉറപ്പു നൽകി. കഴിഞ്ഞ ജൂലൈ 31-നുണ്ടായ കടൽക്ഷോഭത്തിൽ ജോണിനെ കാണാതായപ്പോൾ ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ച സംഭവിച്ചിരുന്നുവെന്ന തീരദേശവാസികളുടെ പ്രതിഷേധത്തിന് പിന്നാലെയായിരുന്നു മന്ത്രിമാരുടെ സന്ദർശനം. കടലിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യ മണിക്കൂറുകളിൽ ചെയ്യേണ്ട രക്ഷാപ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി 2 ആഴ്ചയ്ക്കുള്ളിൽ പുതിയ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പുറത്തിറക്കുമെന്നും മുന്നറിയിപ്പ് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തി ഫിഷറീസ് വകുപ്പ് ഡിജിറ്റലൈസ് ചെയ്യുമെന്നും ഫിഷറീസ് മന്ത്രി പ്രഖ്യാപിച്ചു. നിലവിൽ ജോണിനും മുതലപ്പൊഴിയിൽ കാണാതായ ഷിജിനും വേണ്ടി നാവികസേനയുടെ INAS കൽപ്പേനി ഉപയോഗിച്ചും നീണ്ടകരയിൽ കാണാതായ ഗൗതം കൃഷ്ണന് വേണ്ടി കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിലും വിപുലമായ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. രാമേശ്വരം ഭാഗത്തേക്ക് കൂടി തിരച്ചിൽ വ്യാപിപ്പിക്കണമെന്ന കുടുംബാംഗങ്ങളുടെ ആവശ്യത്തിന്മേൽ കേന്ദ്ര ഏജൻസികളുമായി ചർച്ചകൾ നടക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു.